വലിയ ആവേശത്തിലാണ് സംസ്ഥാനം. ഇനി 3 നാൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളൂ. ആ 7 ജില്ലകളും അത്രത്തോളം ആവേശത്തിലാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനെ വരവേൽക്കുന്നത്. അപ്പോൾ തെക്കൻ കേരളത്തിലെ സമഗ്രമായ വിവരങ്ങളുമായി മാനസ് കൂടി നമ്മളോട് ചേരും. മനസ, അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളും മുന്നണികളും അണികളും ഒക്കെ വലിയ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പിനെ വരവേൽക്കുന്നത്. ഇനി നാളെ ഇതാ സംസ്ഥാനം കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അത് തന്നെയാണ് ശ്രീനിധി. എല്ലാ മുന്നണികളും പ്രചാരണം സജീവമാക്കി. അതോടൊപ്പം തന്നെ ഇതുവരെയും ഇന്നും നിരവധി സ്ഥാനാർത്ഥികളുടെ പ്രചാരണങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഏതായാലും പരസ്യ പ്രചാരണം നാളെയോടെ അവസാനിക്കാൻ പോവുകയാണ്. അതായത് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളുടെ പരസ്യ പ്രചാരണം നാളെ കൊട്ടിക്കലാശത്തോടു കൂടി അവസാനിക്കും. നാളെ 6 മണി വരെയാണ് കൊട്ടിക്കലാശ പരിപാടികളൊക്കെയും തന്നെ നടത്താനുള്ള അനുമതിയുള്ളൂ. അതിനോടകം തന്നെ ഇനി ഏകദേശം എല്ലാ ആളുകളെയും കണ്ട് വോട്ടുറപ്പിച്ച് തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും മടങ്ങിയിട്ടുണ്ടാവുക. എങ്കിൽ കൂടിയും അവസാനവട്ട കൊട്ടിക്കലാശത്തോടു കൂടി ഒരു ആവേശം കൂടിയാണ് തലസ്ഥാനം ഉൾപ്പെടെയുള്ള 7 ജില്ലകൾ നാളെ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. നാളെ 7 ജില്ലകൾ എന്ന് പറയുമ്പോൾ അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബാക്കിയുള്ള 7 ജില്ലകൾ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് പരസ്യ പ്രചാരണം, കൊട്ടിക്കലാശത്തോടു കൂടിയുള്ള പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. പിന്നീട് ഈ തിങ്കളാഴ്ച നിശബ്ദ പ്രചരണമായിരിക്കും. ശേഷം ചൊവ്വാഴ്ച ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് ജനവിധി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഇതിനോടകം തന്നെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ആർക്കൊക്കെ വോട്ട് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഇപ്പോൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞു കാണും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെയാണ് നമുക്കറിയാം ഈ പ്രചാരണ രംഗത്തൊക്കെയും തന്നെ LDFന്റെ മേൽക്കോയ്മ എന്ന് പറയുന്നത് ഒരുപടി മുന്നിൽ തന്നെയാണ്. തുടർ ഭരണം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ഉജ്ജ്വല വിജയം തന്നെയായിരുന്നു LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. പിന്നീട് 2 ഘട്ട LDFന്റെ ഈ ഭരണത്തിലും വികസന മുന്നേറ്റം അല്ലെങ്കിൽ എത്രത്തോളമാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കായി നടപ്പിലാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തെളിവായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കില്ല എന്ന് തന്നെയാണ് 4 കോണുകളിൽ നിന്നും ഉയരുന്ന ശബ്ദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും LDFന് തന്നെയായിരിക്കും ഉജ്ജ്വല വിജയം അല്ലെങ്കിൽ മികച്ച വിജയം എന്ന് തന്നെയുള്ള വിലയിരുത്തലിലാണ് രാഷ്ട്രീയ കേരളം ഉള്ളത്. വികസനം തുടരും എന്ന് തന്നെയാണ് ഈ വോട്ട് പ്രചാരണ രംഗത്തും ഈ LDF മുന്നണിയും അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് 2 മുന്നണികളെയും നോക്കുകയാണെങ്കിൽ തീവ്ര വർഗീയ കൂട്ടുകെട്ട്, അതോടൊപ്പം തന്നെ MLAയുടെ ലൈംഗികാരോപണ കേസ്, ഇത് രണ്ടും UDFനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി അല്ലെങ്കിൽ തളർത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ ജനവിധിയിൽ UDFന് അത് വലിയ ഒരു വെല്ലുവിളിയാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഒപ്പം തന്നെയാണ് എല്ലാ ഇടത്തുപോലും സ്ഥാനാർത്ഥികളെ നിർത്താതെ, അതായത് മിക്ക വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താതെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ് BJP എന്ന് പറയുന്നത്. BJPക്കും അതോടൊപ്പം തന്നെ അഴിമതി ആരോപണങ്ങളൊക്കെയും തന്നെ ഈ തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാർ നടത്തിയ അഴിമതി ആരോപണങ്ങളൊക്കെയും തന്നെ ജനങ്ങൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രധാന വെല്ലുവിളിയാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ LDFന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അത് തുടരും എന്ന് തന്നെയുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് 4 കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇനി പരസ്യ പ്രചാരണം അവസാനിക്കുന്നതോടുകൂടി, അതായത് നാളെയാണ് കൊട്ടിക്കലാശം, പിന്നീട് നിശബ്ദ പ്രചാരണം, ചൊവ്വാഴ്ച വോട്ടെടുപ്പ്, അതോടൊപ്പം തന്നെ വോട്ടെണ്ണൽ ഡിസംബർ 13-നാണ്. ഡിസംബർ 11-ന് രണ്ടാം ഘട്ട വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താകും, ആരൊക്കെ ഇനിയിപ്പോൾ പുതിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ പുതിയ ഭരണസമിതിയിൽ ആര് വാഴും ആര് വീഴും എന്നതും കൂടി ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ശ്രീനിധി.